അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? മലയാളത്തിലെ പ്രഹസനങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രഹസനകാരൻ അല്ലെങ്കിൽ ആദ്യമായി പ്രഹസനത്തെ ആവിഷ്കരിച്ചത് ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളും, എന്താണ് പ്രഹസനത്തിന്റെ സവിശേഷത എന്നുള്ളതും നമ്മൾ പഠിച്ചു. എന്തെല്ലാമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ? എന്തെല്ലാമായിരുന്നു? ഈ പറയുന്ന പ്രഹസനങ്ങള് പ്രധാനമായും ഹാസ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വെറും ഹാസ്യം, വെറും ഒരു വില കുറഞ്ഞ ഹാസ്യം മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൽ കവിഞ്ഞ് ഒരു സാമൂഹിക വിമർശനം ഹാസ്യത്തിലൂടെ, ഇപ്പൊ ഈ പറയുന്ന ആക്ഷേപഹാസ്യ നാടകം അങ്ങനെയൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യ കവിത എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലില് ഹാസ്യത്തെ മുൻനിർത്തിയിട്ട് ഈ പറയുന്ന സാമൂഹിക വിമർശനം നടത്താനായിരുന്നു CV പലപ്പോഴും ചെയ്തിട്ടുള്ളത്. CV-യുടെ ചന്ദ്രമുഖി വിലാസത്തിന് ശേഷം കുറുപ്പില്ല കളരി, അതുപോലെ തന്നെ മത്തവിലാസം മുതലായവയൊക്കെ ഈ പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പലപ്പോഴും അതൊരു വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. പലപ്പോഴും CV-ക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ വിമർശിക്കാനുള്ള ഒരു മാധ്യമമായിട്ട് പ്രഹസനം മാറി എന്ന് പോലും പല വിമർശനങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അപ്പൊ അതൊന്ന് ആലോചിക്കുക. പിന്നെ ഒരു കാര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വിമർശനം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ചീത്തയും പറയും, സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നിരുന്നു എന്ന് പറയാം. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത ഇത്തരം വിമർശനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാര്യകാരണം എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഇപ്പോൾ ഈ പറയുന്ന നെറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒന്നല്ലെങ്കിൽ ആശാന്റെ നെഞ്ച തല്ലി കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഐ മീൻ, ഇപ്പോൾ ഒന്നല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനം തരും. സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്ന് ഇതെന്താണ് എന്ന് ചോദിക്കുന്ന ലെവലിൽ ഉണ്ടാവും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്ന് അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, ചോദിച്ചു നോക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന HSST പാർട്ട് ടൈം HSA പരീക്ഷ, HSST പരീക്ഷ, ഇവയൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും വളരെ പ്രതീക്ഷയോടുകൂടി സമീപിച്ചിട്ടുള്ള ഒരു പരീക്ഷയാണ് HSA HSST പരീക്ഷ. സ്വാഭാവികമായിട്ടും എന്ത് പഠിക്കണമെന്ന ധാരണയില്ലാതെയും ഈ പറയുന്ന പോലെ ഗൈഡുകൾ പഠിച്ചും ഇനി വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പഠിച്ചും നല്ല രീതിയിൽ പഠിച്ചും ഒരു പരീക്ഷാ പേപ്പർ സമീപിക്കുന്ന സമയത്ത് പരീക്ഷാ പേപ്പറിൽ വന്നിട്ടുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും വരികയാണ് ഉണ്ടായത്. അപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, HSST പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പാടാണ്, എൻ്റെ അവസാനത്തെ ചാൻസ് ആയിരുന്നു, എൻ്റെ അവസാനത്തെ പിടിവള്ളി പോയോ, പാടാണ്, ഭയങ്കര കഷ്ടമായി പോയി, അയ്യോ 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 എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പരീക്ഷ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം അതാണ്. പരീക്ഷ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ പേപ്പറിനെ പറ്റി ഒന്നും പറയാനില്ല, നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ, നമുക്കൊരു കുറ്റപ്പെടുത്താനും പറ്റുന്നില്ല, എങ്ങനെയൊക്കെയാ ചോദ്യങ്ങൾ വരുന്നത് എന്ന രീതിയിലാണ് നമ്മളോട് പറയുന്നത്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ ഇപ്പോൾ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നല്ല, എല്ലാ തരത്തിലുള്ള മത്സര പരീക്ഷയിലും ഇപ്പോൾ എങ്ങനെയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊന്നുമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് ചോദിക്കുക. നേരെ ചോദിക്കേണ്ട ചോദ്യങ്ങളെ വളഞ്ഞിങ്ങനെ മൂക്ക് പിടിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു പരിപാടിയും കണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന പോലുള്ള HSA HSST പേപ്പറുകൾ നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ BEd ഉള്ളവരാണെങ്കിലും BEd ഇല്ലാത്തവരാണെങ്കിലും വെറുതെ ഒന്ന് നോക്കിപ്പോവുക. അതിൻ്റെ മോഡലിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്, ഏത് ഏരിയയിൽ നിന്നാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന സാഹിത്യ ചരിത്രത്തിലാണോ, അല്ലെങ്കിൽ ഈ ചോദ്യം ഇന്ന സാഹിത്യ ചരിത്രത്തിൽ ഞാൻ കണ്ടതല്ലേ എന്നൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക. വെറുതെ നമ്മളൊരു എക്സസൈസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതൊന്ന് അനലൈസ് ചെയ്തു പോവുക. അതിൻ്റെ നഷ്ടമൊന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, മാറുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തിൽ ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്ന നല്ല കാര്യങ്ങളും സവിശേഷതകളും മാത്രം പറയാതെ അതിന് നേരെ വന്നിട്ടുള്ള ഒരു വിമർശനത്തിന് കൂടെയും പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന പ്രഹസനങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ഗദ്യ മാതൃകയിൽ ഉണ്ടായിട്ടുള്ള വികൃത അനുകരണങ്ങളാണ് ഈ പറയുന്ന ഫാൾസ് നാടകങ്ങൾക്ക് സമാനമായിട്ടുള്ള പ്രഹസനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷെ ആ പറയുന്ന പ്രഹസനങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഹാസ്യത്തിനാണ് ഇതുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിന് ആക്ഷേപഹാസ്യത്തിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സമൂഹത്തിലെ ഒരു കെടുകാര്യസ്ഥതയെ, സമൂഹത്തിലെ ഒരു പ്രതിസന്ധിയെ, സമൂഹത്തിലെ ഒരു മാറേണ്ട ചിന്താഗതിയെ ഒക്കെ എന്ത് ചെയ്യാണ്, ഈ ഹാസ്യം മുഖേന അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു കുറച്ചു കാലം നീണ്ടു നിന്ന് കുറച്ചു കാലത്തിൽ അവസാനിച്ചു പോയിട്ടുള്ള ഒരു രീതിയാണ് ഈ പ്രഹസനങ്ങൾക്ക് ഉള്ളത്. ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന രീതിയൊന്നുമല്ല. മലയാള നാടകവേദിയുടെ രൂപീകരണത്തിൽ പല പല പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു നാടകവേദി രൂപപ്പെട്ട്. ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഏകീകൃതമായിട്ടുള്ള ഒരു മലയാള നാടകവേദി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് ഓർക്കുക, സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനങ്ങൾ, അവ വിവർത്തനം ചെയ്തിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയല്ല, രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. മുൻപ് എവിടെയോ വായിച്ചൊരു ഓർമ്മയിൽ പറയാട്ടോ. മലയാള നാടകവേദിയുടെ പിതാവ് എന്ന് കേരളവർമ്മയെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുയോജ്യമാവുക തിരുവട്ടാറിനെ വിളിക്കുന്നതാകും എന്നുള്ള ഒരു രീതിയിൽ എൽ തോമസ് കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് ഇവിടെ വായിച്ചിട്ടുണ്ട്. സംഭവം എന്താ ചോദിച്ചാൽ, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനം ചെയ്തത് കാവ്യമായിട്ടായിരുന്നു. ഈ കാവ്യമായ ഈ സാധനം വായിച്ചു നോക്കി അടച്ചു വെച്ച് ഷെൽഫിൽ വെക്കാനേ പറ്റുള്ളൂ. നാടകമാണ് വിവർത്തനം ചെയ്തത്, നാടകമായിട്ട് തന്നെയാണ് വിവർത്തനം ചെയ്തത്. ഒരു കൃതിയെ നാടകത്തെ വിവർത്തനം ചെയ്തത് കൊണ്ടോ അതിനെ കാവ്യഭാഷയിൽ എഴുതി നാടകമാക്കി എഴുതി വെച്ചത് കൊണ്ടോ അത് നാടകമാവുന്നുണ്ടോ? ഇല്ല. നാടകമാവണമെങ്കിൽ അത് രംഗത്തിൽ അവതരിപ്പിക്കണം. രംഗത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി, രംഗത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ നാടകമായി അവതരിപ്പിക്കണം. അതിനെ നാടകമായി അവതരിപ്പിച്ചത് തിരുവട്ടാറാണ്. അപ്പോൾ എഴുതിയ ആളെക്കാളേറെ നാടകത്തെ രംഗത്ത് അത് അവതരിപ്പിച്ച തിരുവട്ടാറാണ് ആ ഒരു പ്രശംസയ്ക്ക് കൂടുതൽ അർഹൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. പറഞ്ഞു വന്നത് ഇപ്പോഴും ഒരു ഏകീകൃത നാടകവേദി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനം, ഷേക്സ്പിയർ നാടകങ്ങളുടെ വിവർത്തനം, സ്വതന്ത്ര നാടകങ്ങൾ, സംഗീത നാടകങ്ങൾ, പ്രഹസനങ്ങൾ, ഈ 5 എണ്ണവും പരീക്ഷണങ്ങളായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള നാടകങ്ങൾ ഏതൊക്കെയാണ്? ചരിത്ര നാടകങ്ങൾ വന്നു, രാഷ്ട്രീയ നാടകങ്ങൾ, സാമൂഹിക നാടകങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ആധുനിക നാടകവേദിയുടെ രൂപീകരണമാണ്. ആധുനിക നാടകവേദിയുടെ രൂപീകരണത്തിലാണ് ഈ എപ്പിക് തിയേറ്റർ വരുന്നത്, എക്സ്പ്രഷനിസ്റ്റ് നാടകങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഈ അസംബന്ധ നാടകങ്ങൾ വരുന്നു, തെരുവ് നാടകങ്ങൾ വരുന്നു, തനത് നാടകങ്ങൾ വരുന്നു. തനത് നാടകമൊക്കെ പരീക്ഷണങ്ങളാണ്. തനത് നാടകങ്ങൾ വരുന്നു. പിന്നെ പുരാണ നാടകങ്ങളുടെ പുനരാഖ്യാനം പോലുള്ള നാടകങ്ങൾ വരുന്നു. നാടകവേദിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വന്നിട്ടുള്ള നാടകങ്ങളൊക്കെ ഏകദേശം പരീക്ഷണങ്ങളാണ്. ചിലവ വിജയിക്കും, ചിലവ വിജയിക്കാതെ പോകും. അപ്പോൾ അത്തരത്തില് കുറച്ചു കാലം അന്യം നിന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ഇല്ലാതെ പോയിട്ടുള്ള നാടകങ്ങളാണ് ഈ പറയുന്ന പ്രഹസന നാടകങ്ങൾ എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റ് ചില നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ CV മാത്രമല്ല പ്രഹസനകാരൻ, അല്ലെങ്കിൽ പ്രഹസന നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് CV ശേഷം മരുമകനായിട്ടുള്ള EV കൃഷ്ണപിള്ള. ഈ EV കൃഷ്ണപിള്ളയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് രാഷ്ട്രീയ നാടകങ്ങൾ. CV പ്രഹസന നാടകങ്ങളുടെ പിതാവാണെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങളുടെ പിതാവ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നാടകങ്ങളുടെ പ്രധാനി എന്നറിയപ്പെടുന്നത് EV കൃഷ്ണപിള്ളയാണ്. അപ്പോ EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളാണ് BA മായാവി, പ്രണയ കമ്മീഷൻ, പെണ്ണരശുനാട്, കവിത കേസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചോദ്യം തന്നെ ഇങ്ങനെ തരും. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളുടെ ഗണം മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ EV കൃഷ്ണപിള്ളയുടെ പ്രഹസനങ്ങളുടെ ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നെന്ത് ചെയ്യും, ചോദിക്കും. അപ്പോ BA മായാവി, പ്രണയ കമ്മീഷൻ, പെണ്ണരശനാട്, കവിത കേസ് എന്നിവയാണ് EVയുടെ നാടകങ്ങൾ. ഇനി ഈ പ്രഹസനങ്ങളെ കുറച്ചുകൂടെ ജനകീയമാക്കിയിട്ടുള്ള ആളാണ് NP ചെല്ലപ്പൻ നായർ. അദ്ദേഹത്തിൻ്റെതാണ് ആറ്റം ബോംബ്, പ്രണയ ജാമ്പവാൻ, മിന്നൽ പ്രണയം, ലെഫ്റ്റനന്റ് നാണി മുതലായിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രഹസനങ്ങൾ. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള കൃതിയാണ് NP ചെല്ലപ്പൻ നായരുടെ
ഇബിലീസുകളുടെ നാട്ടിൽ എന്ന് പറയുന്നത്. ചില പുസ്തകങ്ങൾ നോക്കുന്ന സമയത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി ഇതുപോലൊരു നാടകമാണ് അഴിമുഖത്തേക്ക് എന്നുള്ളത്. അഴിമുഖത്തേക്ക് എന്നുള്ളതും ഇതും മാറാതെ എന്ന് നോക്കുക. എനിക്ക് തോന്നുന്നത് അഴിമുഖത്തേക്ക് 1964 or 65, 66 കാലഘട്ടങ്ങളിലാണ് അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പ് കിട്ടുന്നത് 1961 ഇബിലീസുകളുടെ നാട് എന്നുള്ള കൃതിക്കാണ്. ഈ ഇബിലീസുകളുടെ നാട്ടിൽ നിന്നുള്ള ഈ കൃതി പ്രഹസനമല്ല, ഒരു സാധാരണ നാടകമാണ്, പ്രഹസന നാടകമല്ല കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, മറ്റ് ചില നാടകങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ഷീരബല സഹചാരി, കഷായത്തിൽ, നേഴ്സ് എന്നിവ. അത് NP ചെല്ലപ്പൻ നായരുടെ ഗദ്യ നാടകങ്ങളാണ്. അതിലൊരു ഗദ്യ നാടകമാണ് ഇബിലീസുകളുടെ നാട്ടിൽ എന്ന് പറയുന്ന നാടകവും. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും വരച്ചിടുന്നില്ല. നോക്കുക, TN ഗോപിനാഥൻ നായരുടെ പ്രഹസനങ്ങളാണ് പരീക്ഷ, പരിവർത്തനം, സാക്ഷി, മൃഗം എന്നിവ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്, പ്രഹസനങ്ങളല്ല. TN ഗോപിനാഥൻ നായരുടെ പ്രഹസന നാടകങ്ങളാണ്. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും കേട്ടോ, ഈ പറയുന്ന TN ഗോപിനാഥൻ നായരുടെ പ്രഹസനങ്ങളുടെ മാത്രം ഗണം തെരഞ്ഞെടുക്കാനൊക്കെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. അകവും പുറവും അദ്ദേഹത്തിന്റെ പ്രഹസനമാണ്. വഴിയെ പോയ വയ്യാവേലി പ്രഹസനമാണ്. നിഴലും നിലാവും പ്രഹസനമാണ്. പൂക്കാരി പ്രഹസനമാണ്. പിന്തിരിപ്പും പ്രസ്ഥാനം ഇവയെല്ലാം എന്താണ്, TN ഗോപിനാഥൻ നായരുടെ പ്രധാനപ്പെട്ട പ്രഹസനങ്ങളാണ്. ഓക്കെ, കുറച്ച് കാലമൊക്കെ കഴിയുമ്പോഴേക്കും ഈ പറയുന്ന CV നേരിട്ടിട്ടുണ്ടായിരുന്ന വിമർശനം ഇല്ലാതാവുകയും കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന പ്രഹസനകാരന്മാർ ഇറങ്ങി ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പ്രഹസനത്തെ കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യണം, സാധാരണ ജനതയോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പിൽക്കാല പ്രഹസനകാരന്മാർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയും വേണ്ട, നിങ്ങൾ ഓരോ പോയിന്റ് കിട്ടുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ വന്നാലോ ഇങ്ങനെ വന്നാലോ എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് പിടിക്കുക. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു പോയിന്റ് പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നിങ്ങളും ചോദ്യത്തെ പ്രതീക്ഷിച്ച് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വന്നു വിചാരിക്കാം, CV-ക്ക് ശേഷമുള്ള പിൽക്കാല പ്രഹസനകാരന്മാരുടെ സവിശേഷതകൾ. അപ്പോൾ ഓപ്ഷൻ 1 കൊടുക്കുകയായിരിക്കും. പ്രഹസനത്തെ ജനകീയവൽക്കരിച്ചു, ഹാസ്യത്തിന്റെ പ്രാധാന്യം കുറച്ചു, ഹാസ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹിക വിമർശനം നടത്തി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തരുന്നത് എന്തായിരിക്കും? 1 മാത്രം ശരി, 1ഉം 2ഉം ശരി, 2 മാത്രം ശരി, 1ഉം 3ഉം ശരി, 3 മാത്രം ശരി. ഇങ്ങനെയായിരിക്കും കൊടുക്കുക. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? 1ഉം 3ഉം ആണ് ശരി. 1 പ്രഹസനങ്ങളെ ജനകീയമാക്കാൻ ശ്രമിച്ചു, 2ാമത് ഹാസ്യത്തോടൊപ്പം തന്നെ സാമൂഹിക വിമർശനം ഒരു ആവശ്യമായിട്ട് ഉന്നയിച്ചു. ഇതാണ് പിൽക്കാല പ്രഹസനകാരന്മാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ ടെൻഷൻസിന്റെ ആവശ്യം കാണുന്നില്ല. ഓക്കെ, അടുത്ത ആളാണ് ജഗതി NK ആചാരി. അദ്ദേഹത്തിന്റെ പ്രഹസനങ്ങളാണ് ഏടാകൂടം, കറക്ക് കമ്പനി എന്നിവ. ആനന്ദക്കുട്ടന്റെ പ്രഹസനങ്ങളാണ് അറുകൊല, മിസ് കേരള, തെരഞ്ഞെടുപ്പ് എന്നിവ. അപ്പൊ ചെറിയൊരു ഭാഗമാണ് പ്രഹസനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പോയിന്റുകൾ പറയുന്ന സമയത്തും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന് മുന്നിൽ കാണുക. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലോ ഒന്ന് ചിന്തിക്കുക. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് അയ്യോ എങ്ങനെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും എന്നുള്ള സാധനമാണ്. നമ്മൾ ഒരു പോയിന്റ് പിടിക്കുമ്പോൾ ഇതിൽ നിന്നൊരു പ്രസ്താവന നമുക്ക് പ്രതീക്ഷിക്കാം, ഇതിൽ നിന്ന് നമുക്കൊരു കാലഗണന ചോദിക്കാം, ഇതിൽ നിന്ന് നമുക്കൊരു ശരിയായ ഗണം ചോദിക്കാം, ഇതിൽ നിന്ന് നമുക്കൊരു ചേരുംപടി ചോദിക്കാം എന്ന് നമ്മൾ വെറുതെ ചിന്തിക്കുക. വേറെ വലിയ ആനക്കാര്യമൊന്നും ചിന്തിക്കണ്ട, വെറുതെ നമ്മൾ ഇതിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചു പോകാവുന്ന കാര്യമുള്ളൂ. ഏത് സിമ്പിൾ ടോപ്പിക്കും സിമ്പിളായി പഠിച്ചു പോകാവുന്ന ഒന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും ചെറിയൊരു ക്ലാസ്സാണ് പ്രഹസനമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി.